നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിന്റെ 9ാം റൗണ്ടിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. അസർബൈജാൻ ഗ്രാൻഡ് മാസ്റ്റർ വാസിഫും നമ്മുടെ പ്രജ്ഞാനന്ദയും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ വാസിഫ് വൈറ്റ് സൈഡും പ്രജ്ഞാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചൈനീസ് വേരിയേഷനിലേക്ക് മാറാം. എന്നാൽ വൈറ്റ് അതും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം D4 പോണരെ ഒരട്ട കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് വേഗം ആ സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ ആ ഡയഗണിലേക്കും അതിനോടൊപ്പം B2 സ്കോറിലേക്കും ബ്ലാക്കിന് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ D4 പോണിന് 3 പീസുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വൈറ്റിനെ കാസ്ലിങ്ങിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. പോൺ വെച്ച് പോൺ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു ഒട്ടുന്നു. ഇവിടെ പ്രജ്ഞാനന്ദയുടെ ഭാഗത്തു നിന്നും വളരെ രസകരമായിട്ടുള്ളൊരു മൂവ് വരെയാണ്. ഇപ്പോൾ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ സിമ്പിളായിട്ട് E7ലേക്ക് ഡെവലപ്പ് ചെയ്യാം. എന്നാൽ പ്രജ്ഞാനന്ദ ഇവിടെ നൈറ്റിനെ E7ലേക്കല്ല, പകരം H6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പുമായിട്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് D4 സ്കോറിലേക്ക് വീണ്ടും ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് തന്നെ ഈ B2 സ്കോറിലേക്ക് ഉണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിന് ഇട്ടുന്നില്ല. ആദ്യം ക്വീന് വെച്ച് B2 പോൺ ഇട്ടതുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീന് വെച്ച് ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇവിടെ മറ്റൊരു പ്ലാനുമായിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ നൈറ്റിനെ B5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ആ നൈറ്റിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ എടുക്കുന്നില്ല, പകരം ക്വീൻ വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. അതിനുശേഷം വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും കാസ്ലിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ B4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിൻ്റെ ഈ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ഇനി റൂക്കിനെ C5ലേക്ക് കൊണ്ടുവന്ന് ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്ത ശേഷം റൂക്ക് വെച്ചും ബിഷപ്പ് വെച്ചും അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ക്വീനെ നേരിടുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കൊണ്ട് ബ്ലാക്ക് വേഗം ക്വീനെ തിരിച്ചുകൊണ്ടുപോയാണ്. ക്വീനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ B3ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡയഗണലിലേക്ക് വൈറ്റിനെ ക്വീൻ ഉപയോഗിച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ഈ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ നൈറ്റ് വെച്ച് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് ഉണ്ട്. അത് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ച ഗ്രീക്ക് ഗിഫ്റ്റ് എന്ന സെയിം അറ്റാക്ക് തന്നെയാണ്. ആദ്യം ബിഷപ്പ് വെച്ച് H7 പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും വൈറ്റിന് ഈ H5 ഓപ്പണായി കിട്ടും. അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് നൈറ്റ് വെച്ച് വീണ്ടും ചെക്ക് കൊടുക്കാം. ആ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോൾ ക്വീനെ വെച്ച് വെട്ടാൻ പറ്റില്ല. കിങ് തിരിച്ചു പോകുമ്പോൾ ഈ അറ്റാക്കുള്ള റൂക്കിനെ കൂടെ H3ലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ക്വീനെ കൂടെ ഈ H5ലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം H6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്.
ബിഷപ്പിനെ B1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D3 സ്ക്വയറും C2 സ്ക്വയറും ക്വീനായിട്ട് ഫ്രീ ആക്കുന്നു. ഇനി ഈ ഡയഗണലിലേക്ക് ക്വീൻ കൂടെ വന്നാൽ വീണ്ടും ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനിന് H6ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് അഡ്വാൻസ് ആയിട്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ആ H6ലെ പോയിന്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രഗ്നാനന്ദ ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ആ നൈറ്റ് വെച്ചിന് വീണ്ടും ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് പ്ലാൻ ചെയ്ത മൂവ് തന്നെ ചെയ്യാൻ വൈറ്റിന് അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഇവിടെ ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. ബ്ലാക്ക് വേഗം അത് ഒഴിവാക്കുകയാണ്. G6 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് വേഗം തന്നെ ആ പോണിന് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ H5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ രണ്ട് സ്കോറിലേക്കും കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ H5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു രീതിയിൽ ആ സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോയാണ്. H5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടാൻ പറ്റില്ല. അങ്ങനെ വിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. എന്നാൽ ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും പോണ്ണ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. എന്നാലും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ E8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും വൈറ്റിന് വലിയ ലാഭമൊന്നും കിട്ടാൻ പോണില്ല. കാരണം പോൺ വെച്ച് പോണിട്ടാൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ആ പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തിയാണ്. ഇപ്പോൾ ഈ G5ലെ പോണിനെ ഒഴിവാക്കിക്കൊണ്ട് സപ്പോർട്ടില്ലാത്ത H6ലെ പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിന് ഈ D2 സ്കോറിലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ക്വീനെ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്കിനെ D1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D1 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്വീനെ C1ലേക്ക് കൊണ്ടുവന്ന് H6ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കിങ്ങിനെ G7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ അങ്ങനെ കിങ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്താലും വൈറ്റിന് നൈറ്റിനെ H2ലേക്ക് കൊണ്ടുവന്ന ശേഷം G4ലേക്ക് കൊണ്ടുവന്ന് ആ സ്കോറിലേക്ക് വീണ്ടും അറ്റാക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാവും കിങ് ഉപയോഗിച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പകരം G5 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് ക്ലോസ് ആയി സൂക്ഷിച്ചിരുന്ന ഈ ഡയഗണൽ വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ക്വീനെ C2ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വീണ്ടും ഒരു ചെക്ക്മേറ്റ് ഫിഷൻ കൊടുക്കുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് ആ ഡയഗണൽ വീണ്ടും ക്ലോസ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിന് E5ൽ ഒരു പോണുള്ളതുകൊണ്ട് വൈറ്റ് ഈസി ആയിട്ട് വീണ്ടും ആ ഡയഗണൽ ഓപ്പൺ ചെയ്യാണ്. എൻ പാസിൻ്റിലൂടെ പോണിനെ വിട്ടെടുത്തുകൊണ്ട് ഡയഗണൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്കിന് പല ഓപ്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് H7 സ്കോർ കൺട്രോൾ ചെയ്യാമെന്നാണ്. ബ്ലാക്ക് അത് തന്നെയാണ് ചെയ്യുന്നത്. റൂക്കിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ C5ലെ റൂക്കിനെ കൊണ്ടുവരുന്നതിന് പകരം F8ലെ റൂക്ക് വെച്ചാണ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ ക്വീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ക്വീൻ D7ലേക്ക് വന്നാലും നൈറ്റ് ഉപയോഗിച്ച് ഇങ്ങനൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ C8ലെ റൂക്കിനെ തന്നെ C7ലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ ആ റൂക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ വൈറ്റിന് ഒരു മൂവിൽ വിജയിക്കാൻ കഴിയും. അതിനായിട്ട് വൈറ്റിൻ്റെ ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫറാണ്. അതിനോടൊപ്പം ആ നൈറ്റിന് F7 സ്കോറിലേക്ക് കൺട്രോളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ഇനി പോൺ വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ഈ റൂക്കിനെ ബ്ലോക്ക് ചെയ്യാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് ആണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കാം. ഇതോടെ H7 സ്കോറിലേക്ക് 3 പീസുകളുടെ കൺട്രോൾ ആയിട്ടുണ്ട്. ഇനി ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാക്കിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നില്ല. പകരം ഈ അപകടകരമായിട്ടുള്ള പോണിനോട് ഒഴിവാക്കാണ്. ക്വീൻ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ഒട്ടുന്നു.
ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഒരു ചെക്ക്മേറ്റ് ഫിഷൻ നിലനിൽക്കുന്നതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ഒരു റൂക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് റൂക്കിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഏകദേശം എല്ലാ അറ്റാക്കുകളും ബ്ലാക്ക് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ H5 പോണിനെതിരെ അറ്റാക്കും ഉണ്ട്. വൈറ്റ് ഇപ്പോൾ G4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ F3 കൊണ്ടുവന്ന് ഇങ്ങനെ അറ്റാക്കിന് ചാൻസ് കിട്ടും. അല്ലാതെ ക്വീനെ E2 കൊണ്ടുവന്ന് പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് റൂക്കിനെതിരെ ഇങ്ങനെ അറ്റാക്ക് വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പിനെ പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ C8 കൊണ്ടുവന്ന് ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ആ പിൻ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനിട്ടുന്നു. ബ്ലാക്ക് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ E6 പോണിന് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവന്ന് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F7 തിരിച്ചു കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ഈ ക്വീൻ സെല്ലിലെ 2 പോണുകളെ ടാർഗറ്റ് ചെയ്യാണ്. ആദ്യം ക്വീനെ A4 കൊണ്ടുവന്ന് A7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ സമയത്ത് ബിഷപ്പിനെ E4 കൊണ്ടുവന്ന് B7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ C8 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് സപ്പോർട്ടില്ലാത്ത ഈ H6 പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് ക്വീനെ A3 കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ H3 കൊണ്ടുവന്ന ശേഷം ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാനായിരിക്കും വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ നിലവിൽ ഒരു അറ്റാക്ക് ഇല്ലാത്ത കാരണം ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ D7 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഇപ്പോൾ ക്വീനെ H4 കൊണ്ടുവരുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ B1 കൊണ്ടുവന്നാൽ ഈ B7 അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം വൈറ്റിൻ്റെ ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G6 മൂവ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇനി രണ്ട് രീതിയിലും വൈറ്റ് പ്ലാൻ ചെയ്ത ഈ അറ്റാക്ക് നടക്കില്ല. ഇപ്പോൾ ഈ ബിഷപ്പ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അല്ലാതെ ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ B1 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി വൈറ്റിൻ്റെ റൂക്കിന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന് മറ്റൊരു അറ്റാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ബിഷപ്പ് വെച്ച് ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ F3 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് E6 പോണിനെ എടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്വീൻ വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ ബിഷപ്പിനെ D5 കൊണ്ടുവന്ന് ആ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്കിൻ്റെ ക്വീനും കിങ്ങും ഒരേ ഡയഗണലിലുള്ളത് കാരണം ക്വീനിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതോടെ ആ ക്വീൻ ട്രാപ്പിലാകും. ഇങ്ങനൊരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ബ്ലാക്ക് വേഗം കിങ്ങിനെ ആ ഡയഗണലിൽ നിന്നും മാറ്റുകയാണ്. കിങ്ങിനെ H7 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F5 കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. D5 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇനി വൈറ്റിന് ബിഷപ്പ് വെച്ച് ഈ B7 പോണിനെ എടുത്തുകൊണ്ട് ക്വീനെ ഇവിടെ നിന്ന് ഡിഫ്ലക്ട് ചെയ്യാനും അതിനുശേഷം ഒരു ചെക്കോട് കൂടി ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ എടുക്കാനും അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ബിഷപ്പിനോട് നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ G6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്ക് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം റൂക്കിനെ E6 കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പകരം മറ്റൊരു പ്ലാനുമായിട്ടാണ് കളിക്കുന്നത്. റൂക്കിനെ F7 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് F7 വന്നതോടെ വൈറ്റിന് ഒരു ഡബിൾ അറ്റാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. റൂക്കിനെ D6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കുന്നു. എന്നാൽ വളരെ മികച്ച മൂവിലൂടെ പ്രഗ്നാനന്ദ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. ഇവിടെ പ്രഗ്നാനന്ദ ഈ ക്വീനിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ഒരു പിന്നും ക്രിയേറ്റ് ചെയ്യാണ്. ക്വീനെ F5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ആ ബിഷപ്പ് പിന്നിങ്ങില്ലാതെ കാരണം ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനോട്ടാൻ പറ്റില്ല. ഇതോടെ ബ്ലാക്കിൻ്റെ റൂക്കും ക്വീനും ഒരേ ഫയലിലേക്ക് വന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഈ F2 പോണിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വൈറ്റ് മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം ആ റൂക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്കിനുണ്ടെങ്കിൽ ബ്ലാക്കിനും ക്വീൻ വെച്ച് ആ റൂക്കിനെ എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിനോ ആ റൂക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കാനോ തയ്യാറല്ല. അതുകൊണ്ട് ആ റൂക്കിനായിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ്. ക്വീനെ കൂടെ C8ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു പോൺ സാക്രിഫൈസ് കൂടെയാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ ഇവിടെ നിന്ന് മാറുമ്പോൾ റൂക്കും ക്വീനും ഉപയോഗിച്ച് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ പ്രഗ്നാനന്ദ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ആദ്യം ക്വീൻ ഉപയോഗിച്ച് F2 പോൺ ഇട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് തുടർച്ചയായിട്ട് ചെക്കുകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ക്വീനെ E1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ വീണ്ടും ക്വീനെ H4ലേക്ക് തന്നെ കൊണ്ടുവന്ന് ചെക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ ഗെയിം സമനിലയിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോൾ H4ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇത്തവണ വൈറ്റ് G3 മുതലുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കിങ്ങിനെ വീണ്ടും G1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ചെക്കിൽ നിന്ന് ഒഴിവാകുന്നതായിരുന്നു വൈറ്റിന് കുറച്ചുകൂടെ നല്ല മൂവ്. എന്നാൽ ഈ പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്ക് റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ് H1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ H3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരും. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവരികയാണ്. ബിഷപ്പിനെ G2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ബ്ലാക്കിനെ പെട്ടെന്നൊരു ചെക്ക് കൊടുക്കാനുള്ള അവസരമില്ല. ഇപ്പോൾ അറ്റാക്കിനായിട്ട് ക്വീനെ കൂടെ E2ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിനെ H3ലേക്ക് കൊണ്ടുവന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് റൂക്ക് വെച്ചും ക്വീൻ വെച്ചും ഇങ്ങനൊരു അറ്റാക്കിന് സാധ്യത കിട്ടും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം മറ്റൊരു ബ്രില്യൻ്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രഗ്നാനന്ദയ്ക്ക് ഇനി 21 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും മികച്ച മൂവ് തന്നെ കണ്ടെത്തുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് റൂക്കിനോട് എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത ചെക്ക് കൊടുക്കുകയാണ്. ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F1ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G4ലേക്ക് മൂവ് ചെയ്യാം. H2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ F2ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡയഗണലിലേക്ക് ക്വീന് കണ്ടുള്ളതുകൊണ്ട് ഇനി ക്വീൻ വെച്ച് ചെക്ക് വരില്ല. അതുപോലെ തന്നെ C4 സ്ക്വയറിലേക്കും വൈറ്റിന് ക്വീൻ വെച്ച് കണ്ടുണ്ട്. അതുകൊണ്ട് ഇനി അവിടേക്കും ചെക്ക് വരില്ല. ഇനി E2ൽ ചെക്ക് വരികയാണെങ്കിൽ ഇതേ മൂവിൽ തന്നെ വൈറ്റിനെ ആവർത്തിക്കാൻ കഴിയും. എന്നാൽ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പ്രഗ്നാനന്ദ ഇവിടെ വീണ്ടും ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വൈറ്റിന് വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് ക്വീൻ F3ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ആ കിങ്ങിന് മൂവ് ചെയ്യാൻ യാതൊരു സ്ക്വയറും ഇല്ല. ഇവിടേക്ക് കിങ്ങിന് കൺട്രോളുണ്ട്. ഈ സ്ക്വയറിലേക്ക് പോൺ വെച്ച് കൺട്രോളുണ്ട്. കിങ് ചെക്കിലുമാണ്. അതുകൊണ്ട് ഇവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്വീൻ F7ലേക്കോ H3ലേക്കോ ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഇപ്പോൾ ക്വീൻ വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിലും ക്വീൻ F7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വേഗത്തിൽ ചെക്ക് മേറ്റ് ആകും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ക്വീൻ F3ലേക്കും ചെക്ക് വന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. രണ്ട് ഭാഗത്തുനിന്നും വളരെ നല്ല രീതിയിൽ കളിച്ച നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.